ഇന്നത്തെ വീഡിയോ സാംസങ്ങിന്റെ ഓൺലൈനിലും ഓഫ്ലൈനിലും മേടിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരുന്നു. നമുക്കറിയാം A സീരീസ്. അപ്പോൾ A35ന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള A36 വന്നു. അതുപോലെ A55ന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള A56ഉം വന്നിട്ടുണ്ട്. A55ൽ നിന്നും A56ലോട്ട് വരുമ്പോൾ ക്യാമറ മൊഡ്യൂളിൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം വന്നിരുന്നു. മുമ്പ് A സീരീസുകളിലൊക്കെ നല്ല രീതിയിൽ സെയിൽ ആയിക്കൊണ്ടിരുന്നത് S സീരീസിന്റെ ആ ഒരു ലുക്ക് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം S സീരീസിന്റെ ആ ഒരു ലുക്കിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഒരു ലുക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി സെയിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടാവുമോ എന്ന് കണ്ടറിയണം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. ബേസിക്കലി കുറേ സ്പെസിഫിക്കേഷൻ ഈ A36ലും A56ലും സെയിം തന്നെയാണ് വരുന്നത്. ആദ്യം നമുക്ക് ഈ രണ്ട് ഫോണിന്റെയും ഡിസൈൻ വരുന്നത് 7.4 mm തിക്നെസ്സും ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിലും ഗ്ലാസ് ആണ് കിട്ടുന്നത് രണ്ട് ഫോണുകളിലും. അതുപോലെ 195 ഗ്രാം ഭാരമാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. ഒന്നിൽ 195, ഒന്നിൽ 198 ആണ് വരുന്നത്. ഇതല്ലാതെ വേറെ കാര്യമായ വ്യത്യാസം വരുന്നില്ല. IP67 റേറ്റിംഗ് ആണ് രണ്ടിനും വരുന്നത്. അപ്പോൾ ഡിസൈൻ ബേസിൽ രണ്ടും ഏകദേശം സെയിം ആണ്. ആ പുതിയൊരു ക്യാമറ മൊഡ്യൂളിലേക്ക് കിട്ടുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് രണ്ടിലും വരുന്നത്. സെയിം ഡിസൈൻ ആണ് വരുന്നത്. ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. നല്ല കളറിങ്ങും നല്ല ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 120 Hz റിഫ്രഷ് റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. അതുപോലെ HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. 1200 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഡിസ്പ്ലേയുടെ കാര്യം വരുന്നത്. ഡിസ്പ്ലേ രണ്ട് ഫോണിലും സെയിം ആണ്, സെയിം സൈസ് തന്നെയാണ്. പക്ഷെ എനിക്ക് ഇതിൽ പറയാനായിട്ടുള്ള ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു ബസൽ ഉണ്ടല്ലോ, ഈ ബസൽ ഭയങ്കര നല്ല രീതിയിൽ അത്യാവശ്യം ഉണ്ട്. ബസ്സിൽ ഇപ്പം ഇറങ്ങുന്ന പല ഫോണുകളിലും ബസൽലെസ് ആയിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ ഈ ഒരു 35,000-40,000 രൂപ കൊടുക്കുന്ന ഫോണിൽ ഇത്തരം ബസലുകൾ അപ്പം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം മേടിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള ബസലുകൾ എന്തായാലും നല്ല രീതിക്കുണ്ട്. A56ന്റെ പ്രോസറിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്സിനോസിന്റെ 1580 എന്ന് പറഞ്ഞ 4 nm ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 2.9 GHz ക്ലോക്ക് സ്പീഡൊക്കെ വരുന്ന ഒരു പ്രോസറാണ്. അത്യാവശ്യം നല്ല ഒരു 9 ലക്ഷത്തോളം ആൻഡ്രോയിഡ് സ്കോർ വരുന്ന ഒരു പ്രോസറാണ്. തരക്കേടില്ലാത്ത ഒരു പ്രോസസർ എന്ന് പറയാവുന്ന ആണ്. സാംസങ്ങിന്റെ തന്നെ ഒരു പ്രോസസറാണ്. അതുപോലെ ക്യാമറ സെറ്റപ്പിലോട്ട് വരികയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയും 12 MB അൾട്രാ വൈഡ് ആംഗിളും 5 MB മാക്രോ ലെൻസും അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറയാണ് റിയർ സൈഡിൽ കിട്ടുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 12 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 4K 30 FPS ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. 60 FPSന്റെ റെക്കോർഡിംഗ് ഓപ്ഷൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് 60 FPSന്റെ റെക്കോർഡിംഗ് ഒക്കെ കിട്ടേണ്ടതാണ്. 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. ചാർജർ ഇതൊന്നും ഉണ്ടാവില്ല, കേബിൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ചാർജർ ബോക്സിൽ ഉണ്ടായിരിക്കില്ല. A56ന്റെ കളറിങ്ങേക്ക് നോക്കുകയാണെങ്കിൽ പിങ്ക് ഉണ്ട്, അതുപോലെ ഗ്രാഫൈറ്റ് ഉണ്ട്, ഒലീവ് ഉണ്ട്, അതുപോലെ ഗ്രേ ഉണ്ട്. ഇങ്ങനെ 4 കളറുകളിൽ നമുക്ക് ഈ ഫോൺ ലഭ്യമാണ്. അതുപോലെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 128 GB പ്രൈസിങ് വരുന്നത് ഏകദേശം 41,999 രൂപയും. അതുപോലെ 256 GB പ്രൈസിങ് വരുന്നത് 44,999 രൂപ, അതായത് 45,000 രൂപ വരുന്നുണ്ട്. 45,000 രൂപയ്ക്ക് ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലാഭമല്ല. കാരണം 45,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല ഇതിലും ബെറ്റർ ആയിട്ടുള്ള നല്ല ഫോണുകൾ കിട്ടുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം മേടിക്കാം. അടുത്ത A36ന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ A36ന്റെ പ്രോസസ്സറിലാണ് വ്യത്യാസം വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 6S Gen 3 എന്ന് പറയുന്ന ഒരു 2.4 GHz ക്ലോക്ക് സ്പീഡുള്ള ഒരു പ്രോസറാണ്. ഇതും 4 nm ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസറാണ്. A36ന്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ് ആംഗിൾ, 5 MB മാക്രോ ലെൻസ് എന്നിങ്ങനെയാണ് വരുന്നത്. 12 MB തന്നെയാണ് സെൽഫി ക്യാമറ വരുന്നത്. ഇതിൽ നമുക്ക് 4K 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്ക് 5000 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി രണ്ടിലും സെയിം ആണ് വരുന്നത്. ക്യാമറയിൽ വരുമ്പോൾ 8 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ, ഇത് മാത്രമാണ് കുറയുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഡിസ്പ്ലേ ഇതെല്ലാം സെയിം ആണ് വരുന്നത്. ഇതിന്റെ കളർ നോക്കുകയാണെങ്കിൽ ലാവൻഡർ, വൈറ്റ്, ലൈം, ബ്ലാക്ക് എന്നിങ്ങനെ 4 കളറുകളിലേക്ക് നമുക്ക് ഈ ഫോൺ ലഭ്യമാണ്. അതുപോലെ ഇതിന്റെ 128 GB പ്രൈസ് വരുന്നത് 32,999, 256 GB പ്രൈസ് വരുന്നത് 34,999 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 6S Gen 3 ഒക്കെ ഒരു 25,000-20,000 രൂപ റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ്. ആ ഒരു പ്രൊസസ്സർ വെച്ച് നോക്കുമ്പോൾ ഇത് ഒട്ടും വൃത്തിയായിട്ടുള്ള ഫോണല്ല, ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണെന്ന് പറയാം. കാരണം കുറച്ച് ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ കൊണ്ട് മാത്രമേ, ബിൽഡ് ക്വാളിറ്റി ഉണ്ട് നല്ല, പക്ഷെ എന്നിരുന്നാലും നല്ല പെർഫോമൻസ് ഒന്നും കിട്ടില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ നടന്നു പോകും. സ്ക്രോളിങ്, സോഷ്യൽ മീഡിയ, അങ്ങനെയൊക്കെയുള്ള ഫോട്ടോഗ്രാഫി, ഇതൊക്കെ അങ്ങ് കുഴപ്പമില്ല പോകും. പക്ഷെ ഒരു ഹൈ ലെവൽ ടാസ്ക് വരിക, അല്ലെങ്കിൽ ഒരു വീഡിയോ റെൻഡർ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടായി. കാരണം ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ആ പ്രോസസ്സർ അത്രയും താങ്ങൂല. ഇപ്പോൾ നോർമൽ യൂസേജിന് വേണ്ടി മാത്രം ആണെങ്കിലേ എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.